അടിച്ചിട്ടും മാറ്റിയോടിച്ചിട്ടും തെറി വിളിച്ചിട്ടും ഒതുക്കാൻ പറ്റുന്ന ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് തന്നെയാണ് നമ്മൾ കണ്ടതും. മാങ്കൂട്ടത്തിലിൽ കെട്ടിവെച്ച് ഷാഫിയെ തളക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വടകരയിലെ തെരുവിൽ നമ്മൾ കണ്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും തന്നെ പ്രതിഷേധത്തിന്റെ മുൻപിലുണ്ടായിരുന്നു. ഷാഫി എന്നത് കേരളത്തിൽ എവിടെ കൊണ്ടിട്ടാലും വിജയിക്കാൻ പോകുന്ന ഒരൊത്ത നേതാവായി മാറിയിട്ടുണ്ട്. അതിന് കാരണം ഉമ്മൻചാണ്ടി സ്കൂൾ മാത്രമാണ്. അതുകൊണ്ടാണ് മാങ്കൂട്ടം വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ കനത്തിൽ ശത്രുപക്ഷത്തിനെതിരെ തുറന്നടിച്ചതും. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിളങ്ങിയ 4-5 യുവരക്തങ്ങളുണ്ട്. ഒന്ന് ഷാഫി മാങ്കൂട്ടമാണെങ്കിൽ പിന്നീടുള്ള PC വിശ്വനാഥ്, ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ലീഗിന്റെ കരുത്തുറ്റ നേതാവായ PK ഫിറോസ്. ഇവർ നടന്നു നീങ്ങാത്ത വഴികളോ പരിസര പ്രദേശങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിണറായിയെയും അൻവറിനെയും ഒരുമിച്ച് തോൽപ്പിക്കാനായത്. അവിടെ ചിലർ കുറിച്ചു വെച്ചതാണ് ഈ കൂട്ടുകെട്ടിനെ പൊളിക്കണമെന്നുള്ളത്. അതിനാൽ ഒച്ചപ്പാടുണ്ടാക്കി മുന്നിൽ നെഞ്ചും തിരിച്ചു നിൽക്കുന്ന മാങ്കൂട്ടം എന്ന ബോൾഡ് ആയിട്ടുള്ള നേതാവിനെ തന്നെ തകർക്കുക, അങ്ങനെ ആകെ മൊത്തം കോൺഗ്രസിന് ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. ഏറെക്കുറെ ആ വിഷയത്തിൽ കെണി ഒരുക്കിയവർ വിജയിച്ചു എന്ന് സത്യം തന്നെയാണ്. പക്ഷേ അടുത്തത് ഷാഫി എന്ന് കരുതി കെണി ഒരുക്കിയെടുത്ത് ഇക്കൂട്ടരുടെ സകല ചുവടുകളും പിഴക്കുകയായിരുന്നു. രാഹുൽ ഇപ്പോഴും തന്റെ സുഹൃത്താണ് എന്ന് കരുതി പാർട്ടി എടുത്ത തീരുമാനങ്ങൾക്കപ്പുറത്ത് പോകില്ല എന്ന് ഷാഫി കഴിഞ്ഞ ദിവസം കൂടെ പറയുന്നുണ്ട്. അതിനിടയിൽ ഷാഫിയുടെ റാലിയിൽ പങ്കെടുത്ത ലീഗ് നേതാവിന്റെ വസ്ത്രത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു തീവ്രവാദിയാണ് എന്നും ഷാഫി തീവ്രവാദികൾ തീറ്റിപ്പോറ്റുന്നു എന്ന് തുടങ്ങി മറ്റൊരു ഭാഗം കൂടെ ഇട്ടു, അവിടെയെങ്കിലും തളയ്ക്കാൻ. കാരണം ഷാഫി എന്ന പേരാണല്ലോ, അതുകൊണ്ട് തീവ്രവാദം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ അവിടെ തന്നെ അതൊരു നനഞ്ഞ പടക്കം പോലെ ഇല്ലാണ്ടായി എന്നുള്ളതാണ്. എന്തായാലും തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരെ അട്ടിയോടിക്കുന്ന ഷാഫിയെ നമുക്കൊന്ന് കാണാം. പെരുമ്പറ മുഴക്കിയ ഹീറോ ആയ ഷാഫി പറമ്പിലിനെ കൃത്യമായിട്ടുള്ള നിലപാട്, പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയൊരു അജണ്ട, ഞാൻ പറഞ്ഞു അത് CPM ഉണ്ടാവും. മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പൊളിറ്റിക്കലാണോ, അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിയായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ്? ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി ശിക്ഷിച്ച് ജയിലിലടക്കപ്പെട്ട ആളുകൾ, ആ ജയിലിലടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ 4 സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ, അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, CPM അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഏറ്റെടുക്കരുത്. ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല. C. ചന്ദ്രൻ എന്ന് പറഞ്ഞ KPC ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ 6:30-ക്കാണ് പാലക്കാട് എത്തിയത്. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു. അതുമാത്രമല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല, അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത്. രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ തന്നെ തീരുമാനിച്ചു, യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്നും നിങ്ങൾ തന്നെ തീരുമാനിച്ചു, എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു. അവിടുന്ന് ആങ്കർ ചോദിക്കുക, അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക. ഒന്നും ചേർന്നിട്ടില്ല, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ചേർന്നിട്ടില്ല. ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ പോയത്. ഞാൻ 10-13 കൊല്ലം MLA ആയിരുന്നിട്ടുള്ളൊരു സ്ഥലമല്ലേ. അവിടെ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവർ ഗ്രൂപ്പ് യോഗം നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി, അവിടെ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം C. ചന്ദ്രൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നൊരു വാർത്ത അല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. അവിടെ ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ചാനലൊക്കെ. ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല. ഇപ്പം ആദ്യം ചന്ദ്രൻ്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു, ഇപ്പം ചന്ദ്രൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ താക്കോല് വേറെ എടുത്ത് കൊടുത്തു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു? ആ യാഥാർത്ഥ്യം പറയാൻ നിങ്ങൾ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോൾ പിന്നെ താക്കോലിനായി കുറ്റം. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കണം.